അൺകണ്ടീഷണൽ ലവ്, നിബന്ധനകളില്ലാത്ത സ്നേഹമോ? അങ്ങനെ ആർക്കാണ് സ്നേഹിക്കാൻ കഴിയുക? കഴിയുമെങ്കിൽ ക്രിസ്ത്യൻസിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഒരു കുഞ്ഞി കഥ കേട്ടോളൂ. പ്രൈസ് ലോർഡ്. ഇന്ന് ഞാൻ പറയാൻ പോണ കഥയുടെ പേരാണ് മാൾക്കുട്ടിയുടെ പൊട്ടിയ പാവ. മാൾക്കുട്ടിക്ക് 6 വയസ്സാണ്. മാൾക്കുട്ടിയുടെ അപ്പൻ ദുബായിലാണ്. മാൾക്കുട്ടിയുടെ വീട്ടിൽ മാൾക്കുട്ടിയുടെ അമ്മയും മാൾക്കുട്ടി മാത്രമേ ഉള്ളൂ. ഒരു ദിവസം മാൾക്കുട്ടീനെ അച്ഛൻ ഫോൺ ചെയ്തു. മാൾക്കുട്ടി എടുത്ത് അച്ഛൻ എങ്ങനെ പറഞ്ഞു, മോളെ, നിന്റെ ബർത്ത്ഡേക്ക് അച്ഛൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് മാൾക്കുട്ടി തുള്ളിച്ചാടി. മാൾക്കുട്ടി കുറച്ചു ദിവസം കഴിഞ്ഞ മാൾക്കുട്ടിയുടെ ബർത്ത്ഡേ ദിവസം പോസ്റ്റ്മാൻ ഒരു വലിയ പെട്ടിയായിട്ട് തന്നെ മാൾക്കുട്ടി ഓടിച്ചെന്ന് പെട്ടി പൊട്ടിച്ചു. നോക്കിയപ്പോൾ നീരുടുപ്പിട്ട് ഒരു ചിരിച്ചോണ്ടിരിക്കുന്ന സുന്ദരി പാവ. മാൾക്കുട്ടി അതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാൾക്കുട്ടി പിന്നെ ആ പാവയുമായിട്ട് ഫ്രണ്ട്സായി. മാൾക്കുട്ടി ആ പാവയ്ക്ക് ഒരു പേരിട്ടു, സുന്ദരി. സുന്ദരി പാവ. അങ്ങനെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മാൾക്കുട്ടി തന്നെ പാവയായിട്ട് പുറത്തോട്ട് കളിക്കാൻ പോയി. മാൾക്കുട്ടിയുടെ കാലത്ത് അങ്ങ് ഒരു പാറയെ കണ്ടുപിടിച്ചു. എപ്പോ മാൾക്കുട്ടി കരഞ്ഞുകൊണ്ട് അതിന്റെ അടുത്തോട്ട് പോയി എടുത്തു നോക്കി. എപ്പോ ഇനി കാണാൻ ഒരു വിരൂപമായിട്ടോടെ കണ്ണ് പൊട്ടിപ്പോയി, കയ്യും പൊട്ടിപ്പോയി, എല്ലാം പൊട്ടിപ്പോയി. മാൾക്കുട്ടി കരഞ്ഞുകൊണ്ട്, ഇനി എനിക്ക് നിന്നെ ആശുമില്ല, നിന്നെ കാണാൻ ഒരു വിരൂപമായിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങ് എറിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മാൾക്കുട്ടിയുടെ അമ്മ ഓടിച്ചെന്ന് ആ പാവേനെടുത്തു. പിന്നീട് മാൾക്കുട്ടീനെ തന്റെ മടിയിലും ഇരുത്തി. എന്നിട്ട് അമ്മ എങ്ങനെ പറഞ്ഞു മാളിക്കുട്ടിയെടുത്ത്, മോളെ, നീ വീണ് കാല് പൊട്ടിയ നിന്റെ അച്ഛൻ നിന്നെ ഉപേക്ഷിപ്പിയോ? ഇല്ല അമ്മേ, അച്ഛനെ കൂടുതൽ സ്നേഹിക്കും. അപ്പൊ നീ തെറ്റാണോ ശരിയാണോ? അപ്പൊ മാൾക്കുട്ടിക്ക് തന്റെ തെറ്റു മനസ്സിലായി. മാൾക്കുട്ടി തന്റെ പാവ എടുത്തങ്ങ് മാറോട് ചേർത്ത് വെച്ചു. എന്നിട്ട് ഉമ്മയെല്ലാം കൊടുത്തോണ്ട്, ഇനി നീ എന്റെയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വന്നു. കൂട്ടുകാരെ, എൻ്റെ കഥയില് ഇതേപോലെ തന്നെയാണ് നമ്മളെ ദൈവവും സ്നേഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണൽ ലവ്. താങ്ക് യു. അങ്ങനെ എല്ലാ സാഹചര്യത്തിലും സന്തോഷത്തോടെ ഇരിക്കുവാനും സ്നേഹത്തിലൊന്നും ചെയ്യുവാനും കഴിയുമോ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതോ ആരെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? കുഞ്ഞെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ആടിനു വേണ്ടി 99 ആടിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് ഒന്നിനെ തേടിപ്പോയ നല്ലകടന്റെ സ്നേഹത്തെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? നിന്റെ അപ്പനെയും ആ ദൈവസ്നേഹം തേടി വരും. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു അധ്യായം സ്നേഹത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എത്ര ലളിതമായാണ് ആ അധ്യായം എഴുതിയതെന്ന് അറിയുമോ? അതൊന്ന് കേട്ടു നോക്കിയാലോ? സ്നേഹത്തിന്റെ അധ്യായമാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായം. ഞാൻ മനുഷ്യരുടെയും ദുർമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുളങ്ങുന്ന ചെമ്പോ ചിരുന്ന കൈത്താളം മാത്രമേ. എനിക്ക് പ്രയോജനകരമായിട്ടും
വിശ്വാസം എന്തായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നത് ദയ കാണിക്കുന്നു. സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യം നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കാണിക്കുന്നില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുക. എല്ലാം പൊറുക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല. പ്രവചനം വരുമ്പോൾ അത് നീങ്ങിപ്പോകും, ഭാഷ വരുമ്പോൾ അത് നിന്ന് പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായത് മാത്രം നാം അറിയും, അംശമായത് മാത്രം നാം കഴിക്കും. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷങ്ങൾ ശിശുവിനുള്ളിൽ ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ അറിയപ്പെട്ടതുപോലെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കുന്നു. ഇവയിൽ വലിയ സ്നേഹം തന്നെ. എന്റെ ദൈവമേ, എത്ര മനോഹരമായിട്ടാണ് അപ്പോസ്തലൻ സ്നേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സ്നേഹം ദയ കാണിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഞാനെന്റെ അപ്പനോടും അമ്മേനോടും പിണങ്ങാനോ ദേഷ്യത്തിൽ സംസാരിക്കാനോ പാടില്ല അല്ലേ? എന്റെ അപ്പന്റെ ഹൃദയത്തിൽ ആ ദൈവസ്നേഹമാണ് വന്നിരുന്നത്. ആർക്കും വേണ്ടാതെ വഴിതെറ്റി നടക്കുന്ന ആ അപ്പനെ ആരാ രക്ഷിക്കുക? ഇല്ല, ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. കുഞ്ഞെ, ഒരു ആടിന് വേണ്ടി 99 ആടിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് ഒന്നിനെ തേടിപ്പോയ നല്ല ഇടയിലെത്തിയ സ്നേഹത്തെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? നിന്റെ അപ്പനെയും ആ ദൈവസ്നേഹം തേടി വരും. ഉറപ്പായും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലും ദൈവസ്നേഹവും സന്തോഷവും കടന്നു വരും. ഒരു ചെറിയ ചിന്തയ്ക്കായി ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ.
അധ്യക്ഷൻ, പാസ്റ്റർ, മാതാപിതാക്കൾ, അധ്യാപകർ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവസ്നേഹം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ലോകത്തിൽ പലതരം സ്നേഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അമ്മ ചോറ് വാരിത്തരുന്നത് സ്നേഹം. അച്ഛൻ ജോലി കഴിഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് സ്നേഹം. നമ്മൾ വീഴുമ്പോൾ ടീച്ചർ ഓടി വന്ന് എടുക്കുന്നത് സ്നേഹം. കൂട്ടുകാർ അവരുടെ എന്ത് സാധനവും പങ്കുവെച്ചു തരുന്നത് സ്നേഹം. അപ്പോൾ സ്നേഹം എന്ന് വെച്ചാൽ എന്താണ്? കൂടെ നിൽക്കുക, ഉപേക്ഷിക്കാതിരിക്കുക, കരുതുക, നമ്മുടെ ഏത് സാഹചര്യത്തിലും കൂടെ ഉണ്ടാവുക. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയെന്നൊന്ന് ചിന്തിച്ചാലോ? റോമർ 5:8 പറയുന്നു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. കൂട്ടുകാരെ, ഇതാണ് നിബന്ധനകളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. ദൈവം നമ്മളെ 3 രീതിയിൽ സ്നേഹിച്ചു. ഒന്ന്, ദൈവം നമ്മളെ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ ഉണ്ടാക്കി. നമ്മൾ തെറ്റ് ചെയ്തപ്പോഴും ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൈവം അവന്റെ ഒരേ ഒരു പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു. യോഹന്നാൻ 3:16 പറയുന്നു, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 3, യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നമ്മൾ തെറ്റ് ചെയ്തപ്പോഴും നമ്മൾ തെറ്റ് ചെയ്തതിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. കൂട്ടുകാരെ, ഇതാണ് ഏറ്റവും വലിയ സ്നേഹം. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ജീവൻ തന്ന ആ നല്ല നാഥന്റെ ക്രൂശിലെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. അപ്പോൾ പാപിയായ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് അല്ലേ? എനിക്കും അപ്പുറത്തെ വീട്ടിലെ അപ്പൂനെ അമ്മൂനെ പോലെ സന്തോഷത്തോടെ ഇരിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. ഈ പറയുന്നത് പോലെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ഉണ്ടെങ്കിൽ ആ ദൈവസ്നേഹം എനിക്കും അനുഭവിക്കണം. ഉറപ്പായും ആ ദൈവസ്നേഹമാണ് ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്നത്. ഈ ഭൂമിയിലെ ഓരോ ചരാചരങ്ങളെയും നിന്നെയും സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹമാണ്. എത്ര ഭംഗിയുള്ളതാണ് ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികളും. നിന്റെ ഈ വിഷമിച്ച മൂഡ് മാറ്റാൻ ഒരു ദൃശ്യം കണ്ടാലോ?
അതേ കുഞ്ഞെ, നിനക്ക് വേണ്ടി നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരു നല്ലവനായ ദൈവമുണ്ട്. ആ ദൈവം നിന്നെ യാതൊരു നിബന്ധനകളും ഇല്ലാതെയാണ് സ്നേഹിക്കുന്നത്. ആ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിന്റെ രക്ഷയ്ക്കായി കാൽവരി ക്രൂശിൽ ആ നല്ല നാഥൻ തകർക്കപ്പെട്ടു. കുഞ്ഞെ, എന്നെ മറ്റാരിലും ഉപരിയായി ദൈവം സ്നേഹിക്കുന്നു. ക്രൂശിലെ മരണത്തിലൂടെ അവൻ നിനക്ക് രക്ഷയൊരുക്കി. നീ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, കർത്താവിൽ വിശ്വസിക്കുക, ആ രക്ഷ ഏറ്റെടുക്കുക. ആ രക്ഷയ്ക്കായി നല്ല നാഥൻ സഹിച്ച പങ്കപ്പാടുകൾ നമുക്കൊന്ന് ധ്യാനിക്കാം. ഉള്ള